രാഷ്ട്രീയ മുന്നണികളോടും ചിലത് പറയാതെ വയ്യ. ഒന്നാമതായി, ജമാഅത്തെ ഇസ്ലാമി തങ്ങൾക്ക് അനുകൂലമായി രാഷ്ട്രീയ നിലപാടെടുക്കുമ്പോൾ അവർ നല്ലവരും തങ്ങൾക്കെതിരാവുമ്പോൾ അവർ ഭീകരരുമാവുന്ന പ്രതിഭാസം ഒരിക്കലും ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ ഭൂമികയിൽ ഭൂഷണമല്ല. രണ്ടാമതായി, വെൽഫെയർ പാർട്ടി നൽകുന്ന പിന്തുണ സ്വീകരിക്കാനുള്ള ബദ്ധപ്പാടിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമൊക്കെ നിർത്തിയെന്ന് അവരുടെ തന്നെ വാക്ക് വിശ്വസിച്ച് നാടുനീളെ പറയുന്നതും നല്ലതല്ല. കാലങ്ങളായി ഇതര മുസ്ലിം സംഘടനകൾ ഉയർത്തുന്ന ജമാഅത്ത് വിമർശനമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നിരീക്ഷിക്കാൻ ഇവിടുത്തെ വിവിധ മുന്നണികൾ തയ്യാറാവണം. മൂന്നാമതായി, കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലും ഒരു ലോകസഭാ മണ്ഡലത്തിലും ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കുന്നു എന്നതുകൊണ്ടൊരു കക്ഷി ജയിക്കാനോ ജമാഅത്തെ ഇസ്ലാമി പിന്തുണക്കുന്നില്ല എന്നതിനാൽ ഒരു കക്ഷി തോൽക്കാനോ ഉള്ള ആൾബലം ജമാഅത്തെ ഇസ്ലാമിക്കില്ല. അതുകൊണ്ട് എതിർകക്ഷികൾ ജയിക്കുമ്പോഴെല്ലാം ജമാഅത്താണ് അവരെ ജയിപ്പിച്ചത് എന്ന ബോഷ്ക് വാദമുയർത്തി ജമാഅത്തിന് അനർഹമായ ദൃശ്യത കൊടുക്കുന്ന പരിപാടിയും മുന്നണികൾ അവസാനിപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ജമാഅത്തിനെ ഉയർത്തിക്കാണിച്ച് പരമാവധി ഇസ്ലാമോഫോബിയ പൊലിപ്പിച്ച് ഒരു വിഭാഗത്തിന്റെ വോട്ട് ഏകോപിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ ലാഭമുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നത് അസൽ മണ്ടത്തരവും സംഘപരിവാരത്തിന് വടിയും വകുപ്പും ഉണ്ടാക്കി കൊടുക്കലുമാണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ലോകാവസാനം വരെ ഇങ്ങനെ തന്നെ പോയാലും ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കില്ല. അത്ര ന്യൂനമാണ് അവരുടെ ആൾബലം. മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും നിരുപാധികം തള്ളിക്കളഞ്ഞതാണ് അവരുടെ ആശയങ്ങൾ അത്രയും.